റോജീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 85ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പോൾ ഇന്ന് പതിവ് പോലെ ബിഗ് ബോസ് രാവിലെ പാട്ടിട്ടു, എല്ലാവരും നല്ലതുപോലെ ഡാൻസ് കളിച്ചു. പക്ഷെ ഇന്ന് അനീഷിൻ്റെ സുപ്രഭാതം കേട്ടില്ല. അക്ബറും നെവിനും കൂടെ സംഭാഷണം നടത്തുകയാണ്. മണി വീക്കാണ് വരുന്നത്. നെവിന് പണിഷ്മെന്റ് കൊടുത്തു, മണി വീക്കിൽ പൈസ എടുക്കാൻ പാടില്ല. നെവിൻ പറയാനില്ല, അത് വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കും, മണി വന്നു കഴിഞ്ഞാൽ ചിലപ്പം ബിഗ് ബോസിന്റെ മനസ്സ് മാറിയാലോ. അപ്പം അങ്ങനെ കുറേ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് ഞാനൊന്നും വേറൊന്നും ചെയ്തില്ലല്ലോ. അപ്പം അക്ബർ പറയുന്നില്ല, ആരും ഇതുവരെ കട്ടിലിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പം നീ അത് ചെയ്തു. അങ്ങനെ കുറേ സംഭാഷണം നടക്കുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നുണ്ട്, ഏഷ്യാനെറ്റ് എന്നെ ഇത്ര കൊണ്ടെത്തിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. കിച്ചണിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. അനീഷ് 3 സ്ത്രീകൾ, അതായത് അനുമോള്, നൂറ, ആദില, അവർ 3 പേരും സാരിയാണ് ഉടുത്തിരിക്കുന്നത്. ഞാൻ നൂറ സാരി ഉടുത്ത് ഞാൻ കണ്ടിട്ടില്ല, ആദില ഉടുത്ത് കണ്ടിട്ടുണ്ട്. നൂറ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം 3 സാരി ഉടുത്ത സുന്ദരികളായ 3 സ്ത്രീകൾ നിൽക്കുകയാണ്. അപ്പം അനീഷിന് ഈ ഇടയായിട്ട് അനീഷിനൊരു ചാഞ്ചാട്ടമുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം അനീഷിന് ഭയങ്കര സന്തോഷം. അപ്പം ഇത്രത്തോളം അനീഷ് സന്തോഷിച്ച് കണ്ടത് ഇന്നാണ്. ഭയങ്കര മുഖത്ത് ചിരിയും ഭയങ്കര സന്തോഷവും. അപ്പം അനീഷ് പറയാണ്, ഞാനിപ്പം കൺഫ്യൂഷനിലുള്ള ആരെ നോക്കണമെന്ന്. കാരണം 3 പേരും സാരിയാണ്. ഒരാൾ സാരി ആയിരുന്നെങ്കിൽ അങ്ങോട്ട് എനിക്ക് അട്രാക്ഷൻ വരുമായിരുന്നു. അപ്പം എപ്പോഴും അനുമോള് സാരിയല്ലേ ഉടുക്കുന്നത്, അവ എല്ലാവരുടെ കളിയാക്കുന്നു. അപ്പം ഷാനവാസ് പറയുന്നു, അനീഷ് ഇപ്പം ചെറുപ്പമായി തോന്നുന്നു, അപ്പം ഇത് കഴിയുന്നവരൊന്ന് ക്ഷമിക്ക്, അങ്ങനെ ഇങ്ങനെയാന്ന് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പം ശരിക്കും അനുവും അതിലെയും നൂറയും സാരി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നല്ലൊരു ഹാർമണി അവിടെ ഉണ്ടായിട്ടുണ്ട് കിച്ചണിൽ. കഴിഞ്ഞൊരു വീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളവും വഴക്കുകളും, പൈസ ഫുഡ് കൊടുക്കുന്നില്ല, പാത്രം കഴുകുന്നില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ ഇന്ന് എല്ലാം നല്ല വൃത്തിയായി, നല്ല രസമായിട്ടിരിക്കുന്നു. പിന്നെ അനുമോളാണെങ്കിലും ഇപ്പോൾ കിച്ചൺ കയറിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നല്ല ഫുഡ് പ്രതീക്ഷിക്കാം. വീട്ടമ്മയെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് അനുമോളും നെവിനുമാണ്. അപ്പോൾ അവരോട് ബിഗ് ബോസ് ചോദിക്കുന്നതുകൊണ്ട്, നിങ്ങൾ നോമിനേഷനിൽ വന്നു, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അറിയാമോ? അത് പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം. അതുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് നന്ദി പറയണമെന്ന് പറയുന്നു. അപ്പം അനുമോൾ ആദ്യം നന്ദി പറയുന്നു. അപ്പം അനുമോൾ പറഞ്ഞു, ഞാൻ ഇൻഡസ്ട്രിയിലായിരുന്നു, അപ്പം അതുകൊണ്ട് ആളുകൾക്ക് എന്നെ അറിയാം, പക്ഷേ ഇവിടെ എനിക്ക് നോമിനേഷൻ വന്നപ്പോൾ പ്രേക്ഷകരാണ് എന്നെ നിലനിർത്തിയതോടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, ഇനി സപ്പോർട്ട് ഉണ്ടാകണമെന്നൊക്കെ അനുമോൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് നെവിനാണ് പറയുന്നത്. അപ്പം നെവിൻ പറയുന്നത്, ഞാൻ ഇൻഡസ്ട്രിയിലുള്ള ഒരാളല്ല, എന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത്. ഒരുപക്ഷെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും എന്നെ നോമിനേറ്റ് ചെയ്തപ്പോഴും എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് പ്രേക്ഷകരാണ്. ഇനിയുള്ള നാളുകളിലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇത് പറയുമ്പോൾ നെവിന് കുറച്ച് ഇമോഷണലായെന്ന് തോന്നുന്നു. കുറച്ച് പതറച്ചയും കണ്ണിക്കൂടെ കുറച്ച് കണ്ണുനീരൊക്കെ വന്നതുപോലെ എനിക്ക് തോന്നി. അത് ഏറ്റവും കുറവ് നോമിനേഷൻ വന്നിട്ടുള്ള അനീഷാണ്. അപ്പം അനീഷിനോട് നന്ദി പറയാൻ പറയുന്നു. അപ്പം അനീഷ് നന്ദി പറയുന്നത് കൂടുള്ള മറ്റ് കണ്ടസ്റ്റൻറ്റുകളോടാണ്. അപ്പം അനീഷ് പറയുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഇഷ്ടം എല്ലാവരോടും ഉണ്ട്. അതുപോലെ എല്ലാവരും എന്നെയും ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, എനിക്കിവിടെ സ്നേഹം കിട്ടിയിട്ടുണ്ട്. ഇപ്പം അനീഷ് ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ഇപ്പം അനീഷ് വേറൊരാളായി തീർന്നു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ ഒരു അഗ്രസീവ് ഫീൽ ചെയ്തെങ്കിൽ ഇപ്പം ഭയങ്കര സന്തോഷമാണ്. എന്താ അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്ന് അറിയത്തില്ല. അപ്പം അനീഷ് പറയുന്നത്, ഞാൻ ഫസ്റ്റ് വന്ന ടൈമിൽ നിങ്ങളെ എല്ലാവരും ഞാൻ കയ്യകലത്തിൽ നിർത്തുമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം, അതുപോലെ എൻ്റെ നാട്ടിലേക്ക് സ്വാഗതം, ഒരിക്കലും നിങ്ങളെ മറക്കില്ല, പിന്നെ പ്രേക്ഷകർക്ക് നന്ദി. അപ്പോൾ ഇവർക്ക് ബിഗ് ബോസ് സമ്മാനം കൊടുത്തു, 25 കോഴിമുട്ട. അത് ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നവർക്ക്, ഏറ്റവും കുറവ് വന്ന അനീഷിന് 5 ലിറ്റർ പാല്, അതാണ് അവരുടെ സമ്മാനം. അപ്പോൾ അവരെല്ലാം സന്തോഷമായി. പിന്നെ നോമിനേഷനാണ്, 100 ഒഴികെ ബാക്കി എല്ലാവർക്കും നോമിനേഷനിലുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ നോമിനേഷൻ പ്രക്രിയ വളരെ വ്യത്യസ്തമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുമല്ല, ബിഗ് ബോസ് തന്നെ എല്ലാവരെയും നോമിനേഷനിലിട്ടു, 100 ഒഴികെ. കാരണം 100 സ്ട്രെയിറ്റ് ഗ്രാൻഡ് ഫിനാലയിലാണ്. അപ്പോൾ അതുകൊണ്ട് 100ക്ക് നോമിനേഷനില്ല, ബാക്കി എല്ലാവർക്കും നോമിനേഷനുണ്ട്. പിന്നെ മണി വീക്കാണ്, അത് രസകരമായിരുന്നു. മണി വീക്ക് എന്ന് പറയുമ്പോൾ ഇടിയോടുകൂടി മഴ പെയ്യുന്ന സമയത്ത് ഈ പൈസ മഴ പെയ്യും. അപ്പം അത് പോയി പറക്കിയെടുക്കുക എന്നുള്ളത്. അപ്പം അവരവർ പറക്കുന്ന പൈസ
അവരവരെടുക്കാൻ നല്ല രസമായിരുന്നു. നല്ല നെവിന് അല്ലേ പണിഷ്മെന്റ് അല്ലേ, പൈസ എടുക്കാൻ പാടില്ല. അപ്പം നെവിൻ പറയാണ് പൈസ വരും പോകും അങ്ങനെ പറഞ്ഞ് അങ്ങ് ആശ്വസിക്കുക. പക്ഷെ നെവിന് ഭയങ്കര വിഷമമുണ്ട് എടുക്കാൻ പറ്റാത്തതിൽ. അപ്പം നെവിൻ പറയും ഞാൻ ഈ ആഴ്ച മുഴുവൻ ഒരു മരപ്പാവെ പോലെ ഇവിടെ നോക്കിയിരിക്കണം. കാരണം നെവിന് ഇതൊന്നും കളിക്കാൻ പറ്റത്തില്ല, പണിഷ്മെന്റ് അല്ലേ. അതിലെയാണ് ഫസ്റ്റ് ഈ മണി വീക്കിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം പൈസ എടുത്തോണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞത് ആദിലയാണ്. ആദിലയുടെ സ്വപ്നങ്ങളെല്ലാം ചില്ലുകൊട്ടാരങ്ങളെല്ലാം തകർന്നു വീണു, അത് നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നു എന്ന് നെവിൻ ആദിലയോട് പറഞ്ഞു. അപ്പോൾ രസകരമായിരുന്നു അത്. പണം മഴയായിട്ട് പൈസ വന്നു. അപ്പോൾ എല്ലാവരും പോയി പറക്കിയെടുത്തു. അതിനിടയ്ക്കൂടെ നെവിൻ അവിടെ ഏതോ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ നെവിനും പോയി കുറച്ച് പൈസ എടുത്തു. അപ്പം ഞാൻ പേടിച്ചു പോയി. കാരണം ഓൾറെഡി ബിഗ് ബോസ് വാൺ ചെയ്തതാണ് നെവിന് പൈസ കിട്ടത്തില്ല. പക്ഷേ ഈ പുള്ളി ഒരു 300 അങ്ങനെ രൂപയാണ് എടുത്തത്. അപ്പോഴും ബിഗ് ബോസ് ചോദിച്ചു കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ട് ബിഗ് ബോസ്, അത് ആർക്ക് കൊടുക്കാനാണ്. അപ്പം അത് പുള്ളിക്കാരെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. അതൊരു നല്ല കാര്യമായിരുന്നു. നെവിന് കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു നെവിന്. പക്ഷെ ഇന്ന് കണ്ട സമയത്ത് നെവിനാണെങ്കിൽ ഭയങ്കര പഞ്ചഭാവമായിട്ടിരിക്കുന്നു. പിന്നെ രസകരമായി തോന്നിയത് നെവിനും അക്ബറും കൂടെ ഊഞ്ഞാലിരുന്ന് സരിഗമ പാടും. ഈ നെവിൻ നല്ലൊരു പാട്ടുകാരനാണ് കേട്ടോ. നമുക്ക് അക്ബർ മാത്രമേ പാടൂന്ന് അറിയത്തുള്ളൂ, പക്ഷെ നെവിൻ അടിപൊളി പാട്ടുകാരനാണ്. അപ്പം പുള്ളിക്കാരൻ അതൊക്കെ അറിയാം. സരിഗമ അതിൻ്റെ ഒക്കെ പാടുന്നു. അപ്പം അത് കൊള്ളായിരുന്നു. പിന്നെ വേറൊരു ടാസ്ക് കൊടുത്ത് 25,000 രൂപ നേടാനുള്ള ഒരു ടാസ്ക്, രസകരമായിരുന്നു അത്. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബസർ ടു ബസറാണ്. അപ്പം ഈ ബെല്ല് കേൾക്കുന്ന ടൈമിൽ അവരുടെ തലയിൽ ഇങ്ങനെ ഒരു കൊമ്പ് പോലൊരു സാധനത്തിനകത്ത് മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പം അത് സൗണ്ട് കേൾക്കാൻ പാടില്ല. ബസറടിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ആ സൗണ്ട് കേൾക്കും. അപ്പം അത് സൗണ്ട് കേൾക്കാൻ പാടില്ല. അത് രസകരമായ ഒരു ടാസ്ക്, അടിപൊളി ടാസ്ക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒറ്റക്കാലിൽ നിൽക്കുക. ഈ മണിയും വെച്ചുകൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കുക. അതും വളരെ രസകരമായിരുന്നു. എല്ലാവരും ആദിലയും നൂറയും അനുവും എല്ലാവരും ഷാനവാസിൻ്റെ കാല് മസിൽ കയറി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഒറ്റക്കാലിൽ നിന്നുള്ള ആ ഒരു അതിൽ വിജയിച്ചതെന്ന് പറഞ്ഞാൽ ആദിലയാണ്. അപ്പം ആദിലയ്ക്കാണ് 25,000 രൂപ കിട്ടിയത്. അപ്പം ഒരു തമാശ എന്ന് പറയുന്നത് പണം മഴ എന്നുള്ള ആ ടാസ്കും അതിൻ്റെ ആ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ വിന്നറാകാൻ പോകുന്ന ആൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് കുറയ്ക്കും. അതൊരു കഷ്ടമായിരുന്നു. അത് അങ്ങനെ വേണ്ടായിരുന്നു. അപ്പോൾ ഈ 25,000 രൂപയും വിന്നറാകാൻ പോകുന്ന ആൾക്ക് കിട്ടുന്ന 50 ലക്ഷം രൂപയിൽ നിന്ന് അത് കുറയ്ക്കും. അത് ചതിയായിപ്പോയി, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ആദിലെ നൂറയെ കൂടെ സംസാരിക്കുന്നു, ടിക്കറ്റ് ടു ഫിനാലെ. അപ്പം ആ നൂറ പറഞ്ഞത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ടിക്കറ്റ് ടു ഫിനാലെ ഒരു അംഗമാകെ തീരുക, അതുപോലെ 5 പേരിൽ ഒരാളാകുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കണ്ടത് ദേഷ്യപ്പെടുന്നു, ചീത്ത വിളിക്കുന്നു, പ്രോബ്ലം ഉണ്ടാക്കുന്നു, പാത്രം കഴുകാതിരിക്കുന്നു, ഫുഡ് തിന്നാതിരിക്കുന്നു, 2 ടീമായിട്ട് കുക്ക് ചെയ്യുന്നു എന്ന് വേണ്ട ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു എപ്പിസോഡ് വളരെ സമാധാനപരമായിരുന്നു. ആർക്കും വഴക്കില്ല, ആർക്കും പ്രശ്നമില്ല, എല്ലാവരും തമാശ പറയുന്നു. അപ്പം ഞാനിങ്ങനെ ഓർക്കുവാണ്, ഇവരൊക്കെ തന്നെ അല്ലേ ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബഹളം ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് ഭയങ്കര സ്നേഹം. നെവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ പഞ്ചപാവങ്ങളില്ല, എല്ലാവരും വളരെ മര്യാദരാമന്മാരായി. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. കാരണം വഴക്കിലൊന്നും ഇപ്പം ആർക്കും വയ്യ, എല്ലാവരും തളർന്നു പോയി. ഇനി എങ്ങനെയും 10-15 ദിവസം എങ്ങനെയും അവർ ടാസ്ക് കളിച്ചും സമാധാനപരമായി പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡ് രസകരമായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു എപ്പിസോഡ്, നല്ല എൻജോയ് ചെയ്ത ഒരു എപ്പിസോഡാണ്. കാരണം ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ പണമഴ, ആ ടാസ്ക് അടിപൊളിയായിരുന്നു. അതുപോലെ ആ കൊമ്പ് പോലെ മണി കെട്ടി തൂക്കുന്നത്, അതും സൂപ്പറായിരുന്നു. അപ്പം നമുക്ക് കാത്തിരിക്കാം ആരാണ് സമ്മാനമായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് സന്തോഷം, അവർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.